ഹായ് ഡിയേഴ്സ്, എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് യൂണിറ്റിലോട്ടാണ് ഇന്ന് കിടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഫിഫ്ത്ത് യൂണിറ്റിൽ പറയുന്നത്. നമ്മൾ അടുത്ത ബ്ലോക്കിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മയും കുഞ്ഞും ഉണ്ടെന്ന് വെക്കാം. അവർക്കൊരു മാൻകൂസ്, അതായത് നീർക്കോലി ഉണ്ട്. അത് കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്നതും കാവൽ നിൽക്കുന്നതുമാണ്. അമ്മ വെള്ളം കൊണ്ടുവരാൻ പുറത്തു പോയൊരു സമയം ഒരു പാമ്പ് വീട്ടിൽ കയറി കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു. നീർക്കോലി അത് കണ്ട മാത്രം ഇൻസ്റ്റൻ്റ്ലി റിയാക്ട് ചെയ്യുന്നു. സ്നേക്കിനോട് ഫൈറ്റ് ചെയ്തു. സ്നേക്ക് ചത്തുപോയി. പക്ഷെ എന്താണ്, നീർക്കോലിക്ക് വലിയ പരിക്ക് വന്നു, വായിൽ ബ്ലഡ് വന്നു. അമ്മ തിരിച്ചെത്തിയപ്പോൾ എന്താ കണ്ടത്? ഷി സോ ദ മാംഗൂസ് വിത്ത് ബ്ലഡ് ഓൺ ഇറ്റ്സ് മൗത്ത്. ഷി ഡിഡ്ന്റ് തിങ്ക് ഷി റിയാക്റ്റഡ്. അമ്മ വന്നപ്പം ഈ നീർക്കോലിയുടെ വായ നിറച്ച് രക്തമാണ് കണ്ടത്. വേറെ ചുറ്റിലൊന്നും നോക്കിയില്ല, അമ്മ റിയാക്ട് ചെയ്തു. എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്ന് കരുതി ആങ്കറും ഫിയറും ഒരുമിച്ച് വന്നു. കൺട്രോൾ നഷ്ടപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന വെള്ളക്കുടം നീർക്കോലിക്ക് മുകളിലേക്ക് ഇടുന്നു. നീർക്കോലി ചത്തുപോയി. പിന്നെ അകത്ത് പോയി നോക്കുമ്പോൾ കുഞ്ഞ് സമാധാനമായിട്ട് ഉറങ്ങുന്നു. പാമ്പ് അവിടെ ചത്തു കിടക്കുന്നു. ഇതിൻ്റെ ട്രൂത്ത് പിന്നെ ഒരുപാട് വൈകിയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ റിഗ്രറ്റ് വന്നു, ഗിൽറ്റ് വന്നു, വേദന വന്നു. പക്ഷേ അപ്പോക്കിന് സമയം അധികരിച്ചു പോയി. ഈ കഥ നമ്മൾ മുമ്പും എവിടേക്കോ കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇമോഷൻസ് ഓവർ പവേർഡ് തിങ്കിങ് ആണ്. അമ്മ ചെയ്തത് തിങ്കിങ് ബേസ്ഡ് ആക്ഷൻ അല്ല, ഇമോഷൻ ബേസ്ഡ് റിയാക്ഷൻ ആണ്. ഷി ഡിഡ്ന്റ് പൗസ്, ഷി ഡിഡ്ന്റ് ചെക്ക് ദ ബേബീസ് വാസ്, ഷി ആക്റ്റഡ് ഇൻ എ ഫിറ്റ് ഓഫ് റേജ്. അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഒരു സംഭവം. ഒന്നും ചിന്തിക്കാതെ മുൻകോപം, അതുപോലെ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടിയുള്ള പ്രവർത്തനം. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം റിയൽ ലൈഫ് നമുക്കൊരു എക്സാമ്പിളും കൂടെ പറയാം. ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ തമ്മിലുള്ള ഫൈറ്റ്, നമ്മളൊക്കെ നമ്മുടെ ഏട്ടനനിയന്മാരും അല്ലെങ്കിൽ അഞ്ചത്തിനോടും തീത്താത്താരോടൊക്കെ ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവർ തമ്മിൽ നടക്കുന്നൊരു ഫൈറ്റ്, അവർ ദേഷ്യത്തിൽ പറഞ്ഞ വാക്കുകൾ പിന്നീട് അവർക്ക് സങ്കടം വരുവാണ്. ഒന്നുമില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തന്നെ ദേഷ്യം പിടിക്കുമ്പോൾ എന്തൊക്കെയോ വിളിച്ച് പറയും. പിന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയാണ്. അവിടെ ഈഗോ ഒക്കെ കിട്ടും, ഇങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു എന്നുള്ളതൊക്കെ തോന്നൽ. അപ്പോൾ അവിടെ എന്താ വന്നത്? ഇമോഷനാണ് ഫസ്റ്റ് വന്നത്, പിന്നീടാണ് നമ്മൾ ചിന്തിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് ഒന്നും പറയാതിരിക്കുക. നമ്മളൊന്ന് കാമായി ചിന്തിച്ചാൽ നമുക്ക് പിന്നെ അത് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാവും. ദേഷ്യം വരുന്നുണ്ടോ, സംസാരം അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനൊപ്പം ട്രിപ്പ് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡിസിഷൻസൊക്കെ എടുക്കും. പിന്നീട് അത് പ്രശ്നമായിട്ട് വരും. അപ്പോൾ പോസിറ്റീവ് ഇമോഷൻ പോലും കൺട്രോൾ ഇല്ലെങ്കിൽ പ്രോബ്ലം വിതക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ? എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ്? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് ഇമോഷൻസ് ആണ് അല്ലേ? അപ്പോൾ അവെയർനെസ് ഓഫ് ഓൺ ഇമോഷൻ, സ്വന്തം ഇമോഷനെ കുറിച്ചുള്ളൊരു അവെയർനെസ് വേണം. പിന്നെ ഇമോഷൻ മാനേജ് ചെയ്യാൻ പറ്റണം, മറ്റുള്ളവരുടെ ഇമോഷൻ മനസ്സിലാക്കാൻ കഴിയണം, റിലേഷൻഷിപ്പ് നല്ല എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്, ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസും ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസും. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇൻട്രാ പേഴ്സണൽ പറഞ്ഞാൽ സെൽഫ് റിലേറ്റഡ് ആണ്, നമ്മളെക്കുറിച്ച് തന്നെ സെൽഫ് അവെയർനെസ്സും സെൽഫ് മാനേജ്മെൻറ്റും ഉണ്ടാവും. ഇൻ്റർ പേഴ്സണൽ പറയുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് സോഷ്യൽ അവെയർനെസ്സും റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും വേണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ആദ്യം സ്വയം മനസ്സിലാക്കണം, പിന്നെ മാത്രമേ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് അത് സ്റ്റാർട്ട് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ് എന്നാണ്. അപ്പോൾ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നോയിങ് വാട്ട് യു ആർ ഫീലിംഗ് ഇറ്റ് ആൻഡ് ഹൗ ഇറ്റ് എഫക്റ്റ് അതേഴ്സ്. ഇപ്പം എനിക്ക് എന്ത് ഇമോഷനാണ്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, എൻ്റെ ഈ മൂഡ്, ദേഷ്യം, സാഡ്നെസ് മറ്റുള്ളവരെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എനിക്കിപ്പം കോപം വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാണോ, ഇതെൻ്റെ സ്ട്രെസ്സ് കൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാണോ. ഇങ്ങനെ സംസാരിച്ചാൽ അവർക്ക് വേദന ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയണം. ഇതിനെയാണ് നമ്മൾ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അതേസമയം സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാൻഡിലിങ് ഇമോഷൻസ് എഫക്റ്റീവ്ലി. ഇമോഷൻസ് വരുന്നത് തടയാൻ പറ്റില്ല, പക്ഷേ റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. കോപം വന്നപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യാതെ ഒന്ന് അമർന്നു നിന്നു. ഹാർട്ടായപ്പോൾ നമ്മൾ സൈലൻറ്റ് റിവെഞ്ച് എടുക്കാതെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്തി. അപ്പോൾ ദേഷ്യം, പേടി വന്നപ്പോൾ നമ്മൾ പാനിക് ചെയ്യാതെ തിങ്ക് ചെയ്തു. അപ്പോൾ ഇമോഷണൽ സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, അസർട്ടീവ് ആകുക, അഗ്രസീവ് ആവാതെ, പാസീവ് ആവാതെ. ഇത് രണ്ടും ഈ യൂണിറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്.
അപ്പം ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലാണ്, റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോയ്സാണ്. ചിന്തിക്കാതെ റിയാക്ട് ചെയ്താൽ നമ്മുടെ ഈ മോങ്കോ സ്റ്റോറി പോലെ ലൈഫ് ലോങ് റിഗ്രറ്റ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഒന്ന് നിർത്തുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക, അതായത് സഡൻ പ്രവർത്തനം നിർത്തുക. അപ്പോൾ ഫീൽ യുവർ ഇമോഷൻസ് ബട്ട് ഡോണ്ട് ലെറ്റ് ഇമോഷൻസ് കൺട്രോൾ യു. ഇമോഷനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കരുത്. ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ് ഫീൽ ചെയ്യാനേ പാടുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ അടുത്തത് ഇമോഷൻസ് ആൻഡ് സെൽഫ് കൺട്രോൾ. എന്താണ് ഇമോഷൻസ് ആൻഡ് സെൽഫ് കൺട്രോൾ? ഇമോഷൻസ് ആർ എവരിവെയർ എന്നാണ്. ഇമോഷൻസ് ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അവർ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഇമോഷൻസ് ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ, നമ്മളെടുക്കുന്ന ഡിസിഷനിൽ, നമ്മളുടെ റിലേഷൻഷിപ്പിൽ, ജോലിയിൽ, കുടുംബത്തിൽ, എല്ലായിടത്തും നമ്മുടെ ഇമോഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇമോഷൻ മേക്ക് അസ് ഹൂ വി ആർ. നമ്മൾ ആരാണോ എന്നുള്ളത് നമ്മളെ ആക്കുന്നത് നമ്മളെ ഇമോഷൻസ് ആണ്. ഇപ്പോൾ സന്തോഷമുള്ളപ്പോൾ നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കും. ദുഃഖത്തിലോ ദേഷ്യത്തിലോ ഒക്കെ ആയാൽ നമ്മൾ സെയിം ആളുകളോട് പോലും ചിലപ്പോൾ നമ്മൾ ഹാർഷായിട്ട് പെരുമാറും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇമോഷൻസിന് അറ്റൻഷൻ വേണം എന്ന് പറയുന്നത്? റെക്കഗ്നൈസ് വേണം, അണ്ടർസ്റ്റാൻഡ്, എക്സ്പ്രസ്, കൺട്രോൾ ഇമോഷൻ എന്നാണ്. ഇമോഷൻ വരുന്നത് സ്വാഭാവികമാണ്, പക്ഷേ അത് എന്താണെന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് വന്നതെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്നെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. മറ്റുള്ളവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇപ്പോൾ ഒരു ഓഫീസിൽ ബോസ് സംസാരിച്ചാൽ ഇറിറ്റേഷൻ വരും, അല്ലേ? ഇറിറ്റേഷൻ കൊണ്ട് വീട്ടിൽ വന്ന് കുട്ടിയോട് ദേഷ്യം കാണിച്ചാൽ പ്രോബ്ലം ബോസല്ല, ഇമോഷൻ മാനേജ്മെൻറ്റ് ഇല്ലായ്മയാണ്. അപ്പം ബോസ് അവിടെ ചെന്തെങ്കിലും ചെയ്തെന്ന് കരുതി മക്കളെ തല്ലിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ബോസ് അല്ല അതിൻ്റെ കാരണം, നമ്മുടെ ഇമോഷൻസ് മാനേജ്മെൻറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ ഇമോഷണൽ എബിലിറ്റി നമ്മളെ ലൈഫിൻ്റെ സാറ്റിസ്ഫാക്ഷനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇമോഷണൽ എബിലിറ്റീസ് പ്രെഡിക്റ്റ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ്. ജീവിതത്തിലെ സന്തോഷവും സക്സസ്സും ഐക്യു മാത്രം ഡിസൈഡ് ചെയ്യുന്നതല്ല, ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവർക്കാണ് ബെറ്റർ റിലേഷൻഷിപ്പും പീസ് ഓഫ് മൈൻഡും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവുക. IQ vs EQ. ഐസ്ബർഗ് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഐസ്ബർഗിൻ്റെ മുകളിലെ ചെറിയൊരു ഭാഗമാണ് IQ, മാർക്സ്, ഇൻ്റലിജൻസ്, സ്കിൽ. വെള്ളത്തിനുള്ളിലെ വലിയൊരു ഭാഗം EQ, ഇമോഷൻസ്, എമ്പതി, സെൽഫ് കൺട്രോൾ, സോഷ്യൽ സ്കിൽ. മീനിങ് എന്താണ്? IQ കാണാം, EQ കാണാൻ പറ്റില്ല. പക്ഷേ ലൈഫ് റൺ ചെയ്യുന്നത് ആരാണ്? EQ ആണ്. അതായത് ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലും അടിയിലും ഉണ്ടല്ലേ, മുകളിൽ കാണുന്ന ചെറിയ ഭാഗമാണ് ശരിക്കും IQ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാർക്ക്, നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ സ്കില്ല്. വെള്ളത്തിനുള്ളിൽ വലിയൊരു ഭാഗം ഉണ്ടല്ലേ, അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു കട്ട മാത്രമാണോ ഐസ്? നമ്മളിങ്ങനെ പുറംപോടി കാണുന്നത് മാത്രമാണോ? അല്ല, അതിൻ്റെ ഉള്ളിൽ വെള്ളം കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇമോഷൻസും സെൽഫ് കൺട്രോളും സോഷ്യൽ സ്കില്ലും. EQ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതല്ല. പക്ഷെ അപ്പോൾ എന്താണ്? IQ നമുക്ക് മേലെ കാണാൻ പറ്റുന്നത്, ഐസ്ബർഗിൻ്റെ മുകൾ ഭാഗം നമുക്ക് കാണാൻ പറ്റും, പക്ഷേ EQ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഐസ്ബർഗിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? ഈ ഉള്ളിലുള്ള EQ ആണ്. മേലുള്ള IQ പൊട്ടിപ്പോവും. ആ IQ ആണ് ഈ EQനെ ഉണ്ടാക്കുന്ന, അല്ല EQ ആണ് IQനെ ഉണ്ടാക്കുന്നത് പോലും. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ? കൺട്രോൾ ഓവർ വൺ സെൽഫ്. നമ്മളെ സ്വയം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സെൽഫ് കൺട്രോൾ മീൻസ് കൺട്രോളിങ് ഇമോഷൻസ് ഇൻ ദ മൊമെൻറ്റ്. ഇമോഷൻസ് വരുമ്പം ബസ്റ്റ് ഔട്ട് ചെയ്യാതെ ഒന്ന് പൗസ് ചെയ്ത് സിറ്റുവേഷൻ മനസ്സിലാക്കി ആക്ഷൻ ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. കോപം വരുമ്പോൾ ഷൗട്ട് ചെയ്യാതെ ഇപ്പം സംസാരിക്കേണ്ടെന്ന് തീരുമാനിക്കലാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് കൺട്രോൾ പ്രിവെൻറ്റ് ഇമ്പൾസീവ് ബിഹേവിയർ. സെൽഫ് കൺട്രോൾ റെഡ്യൂസ് ഇമ്പൾസിവിറ്റി എന്നാണ്. ഇമ്പൾസ് ആണ് ചിന്തിക്കാതെ ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്സപ്പിൽ ചൂടിലൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ പിന്നീട് ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ റിഗ്രറ്റ് ആയിപ്പോവും. അപ്പോൾ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചിട്ടേ അയക്കുള്ളൂ. അപ്പോൾ സെൽഫ് കൺട്രോൾ ഈസ് നീഡഡ് ഇൻ പോസിറ്റീവ് ഇമോഷൻസ് ഓൾസോ. സെൽഫ് കൺട്രോൾ ഈസ് നീഡഡ് ഇൻ ജോയ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ടു. നമ്മുടെ സെൽഫ് കൺട്രോൾ കോപത്തിന് മാത്രമല്ല, നമുക്ക് കൂടുതൽ എക്സസ് ഹാപ്പിനെസ്സോ എക്സൈറ്റ്മെൻറ്റിലും സെൽഫ് കൺട്രോൾ വേണം. പാർട്ടിയിൽ എക്സൈറ്റ്മെൻറ്റിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ജോക്ക് പറയലൊക്കെ തെറ്റാണ്, അല്ലേ? അപ്പോൾ ഇന്ത്യൻ കോൺസെപ്റ്റ് പ്രകാരം സിതത് പ്രക്രിയൻ എന്ന് പറയാം. കാമ്യൻ, ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. സുഖത്തിലും ദുഃഖത്തിലും സെയിം ബാലൻസ്. അതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു കൺട്രോൾ ഇമോഷൻ സോ ദേ ഡോണ്ട് കൺട്രോൾ അസ്. ഇമോഷൻ നമ്മളെ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ഇമോഷനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വെൻ ഇമോഷൻസ് ആർ ഹൈ തിങ്കിങ് ഈസ് ലോ? നമ്മുടെ ഇമോഷൻസ് ഹൈ ആകുമ്പോൾ നമ്മുടെ തിങ്കിങ് ലോ ആവുന്നതിൻ്റെ കാരണം എന്താണ്? ഇമോഷൻസ് ഓവർ പവർ ചെയ്താൽ
ക്ലിയർ തിങ്കിങ് നമുക്ക് ഉണ്ടാവില്ല, ലോജിക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് നിർത്തി ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സെൽഫ് കൺട്രോളിൻ്റെ ബെനിഫിറ്റ്? സെൽഫ് കൺട്രോൾ ലെഡ് ടു സക്സസ് ആൻഡ് ഗുഡ് റിലേഷൻഷിപ്പ്. നല്ല വിജയത്തിലേക്കും നല്ല റിലേഷൻഷിപ്പിലേക്കും നമുക്ക് സെൽഫ് കൺട്രോളാണ് നമ്മൾ എത്തിക്കുന്നത്. ബെറ്റർ ഡിസിഷൻ എടുക്കാനും റിഗ്രറ്റ് കുറക്കാനും ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനും റിലേഷൻഷിപ്പിൽ സമാധാനം ഉണ്ടാവാനും പേഴ്സണൽ ഗ്രോത്തിനും നമുക്ക് സെൽഫ് കൺട്രോൾ വേണം. ക്ലിയർ ആണോ? അപ്പോൾ സെൽഫ് കൺട്രോളാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ സ്കില്ലെന്ന് പറയുന്നത്. അത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമാണ് സെൽഫ് കൺട്രോൾ. ഇറ്റ് ബിലോങ്സ് ടു ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്. സെൽഫിനെ മാനേജ് ചെയ്യാൻ ആണ് ഇതാണിത്. പ്രീ റിക്വസ്റ്റ് സെൽഫ് അവെയർനെസ്. എനിക്കിപ്പോൾ എന്ത് ഇമോഷനാണെന്ന ബോധം നമുക്ക് ഉണ്ടാവണം. ചിന്തിക്കാതെ ചെയ്യുന്ന മിസ്റ്റേക്ക് ഒഴിവാക്കണം. സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ സമയം കിട്ടും. അപ്പം സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് കൂടെ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, അവെയർനെസ് ഓഫ് പ്രസൻറ്റ് ഇമോഷണൽ സ്റ്റേറ്റ്. ബി അവെയർ ഓഫ് വാട്ട് യു ആർ ഫീലിംഗ് നൗ. ഇപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് സ്വയമായൊരു ബോധം ഉണ്ടായിരിക്കണം. ദേഷ്യമാണോ, സങ്കടമാണോ, പേടിയാണോ, എക്സൈറ്റ്മെൻ്റ് ആണോ, അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് എത്രത്തോളം അതിൻ്റെ ആയമുണ്ട്, ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം. നമ്മുടെ ബോഡി സയൻസ് നമുക്ക് കാണിച്ചു തരും. ഹാർട്ട് ബീറ്റ് കൂടുതലിടിക്കും, നമ്മൾ വിയർക്കും, നമ്മുടെ ശ്വാസത്തിന് ചേഞ്ച് വരും, മുഖഭാവം മാറും, ബോഡി പറയുന്നത് നമ്മൾ കേൾക്കണം. രണ്ടാമത്തത് അണ്ടർലൈൻ കോസ്. ഫൈൻഡ് ദ അണ്ടർലൈൻ കോസ്. വൈ ഐ എം ഫീലിംഗ് ദിസ് വേ. ഇമോഷൻ്റെ റൂട്ട് കോസ് കണ്ടെത്തുക. കോപം വരുന്നത് അവൻ പറഞ്ഞത് കൊണ്ടല്ല, ഞാൻ ഓൾറെഡി സ്ട്രെസ് ആയതുകൊണ്ടാണ്. ബാക്ക്വേർഡ് പോവുക, ബാക്ക് ടു കോസ്, ആ കാരണത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. മൂന്നാമത്തത് അഡോപ്റ്റ് കൺട്രോൾ മെഷർ, പോസ്റ്റ് ടെക്നിക്കാണിത്. അതായത് ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഒരു യോഗ, ഒരു മ്യൂസിക്കോ ഒന്ന് നടക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളോടൊന്ന് പോയി സംസാരിക്കുകയോ ചെയ്യുക. അതൊരു നമ്മളൊരു ആ ഒരു ഇതിൽ നിന്നൊന്ന് പോസ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. കൂടുതൽ സ്ട്രെസ്സ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ ബോസ് ചൂടാവുന്ന സമയത്ത് അത് മക്കളോട് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കാമായിട്ട് കുറച്ച് നേരം ഒന്ന് നടക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കൊക്കെ കേട്ട് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്തതിന് ശേഷം വീട്ടിൽ പോയാൽ മക്കളോടുള്ള ചൂട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇൻ്റർലോക്കസ് ഓഫ് കൺട്രോളാണ് അടുത്തത്. ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ഇമോഷൻ. അവർ കാരണം എനിക്ക് കോപം എന്നതല്ല, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധം ഉണ്ടാവുക. മൂന്നാമത്തത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഹോപ്പും ഓപ്റ്റിമിസും പോസിറ്റീവ് തിങ്കിങ്ങും കൊണ്ടുവരിക. പ്ലാൻ ബിഫോർ ഹെഡ്. ഇങ്ങനെ വന്നാൽ ഞാൻ ഷൗട്ട് ചെയ്യില്ല എന്ന് മെൻ്റൽ പ്ലാനിങ് നടത്തുക. ബ്യൂട്ടിഫുൾ ലൈൻ ഫീൽ യുവർ ഇമോഷൻസ് ബട്ട് ഡോണ്ട് ലെറ്റ് ഇമോഷൻസ് ഡിസൈഡ് യുവർ ആക്ഷൻ. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, നിങ്ങൾ ഫീൽ യുവർ ഇമോഷൻ, നിങ്ങളുടെ ഇമോഷൻ ഫീൽ ചെയ്യുക, അല്ലാതെ ഇമോഷനെ ആക്ഷനെ ഡിസൈഡ് ചെയ്യാൻ സമ്മതിക്കരുത് എന്നുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ അടുത്തത് ഇമോഷൻസ് ആൻഡ് അസർട്ടീവ്നെസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. കാരണം ഈ ഒരു ഭാഗം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ഭാഗമാണ്. എന്താണ് അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ? വൈ അസർട്ടീവ്നെസ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ഇമോഷൻ. നമ്മളിൽ പലരും മെനി പീപ്പിൾ ഹെസിറ്റേറ്റ് ടു എക്സ്പ്രസ് ദെയർ ഇമോഷൻസ് എന്നാണ്. അതായത് നമ്മളിൽ പലരും അവർ തെറ്റായി മനസ്സിലാക്കുമോ, അവർക്ക് ദേഷ്യം വരുമോ, ഞാൻ വീക്കായി തോന്നുമോ, ഇങ്ങനെയുള്ള പേടി കൊണ്ട് ഫീലിങ്സ് പറയാതെ ഉള്ളിൽ ഒതുക്കി വെക്കുന്നവരാണ്. അപ്പോൾ ഈ ഭയം കൊണ്ട് നമ്മൾ ഫീലിംഗ് പറയാതെ ഉള്ളിൽ ഒതുക്കി വെക്കും. ഇങ്ങനെ ഇമോഷൻ സപ്രസ് ചെയ്താൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് സങ്കടവും ഫ്രസ്ട്രേഷനും ഡിപ്രഷനും ഒക്കെ വരാം. ഇതിൽ നിതൻ്റെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സപ്രഷൻ ഓഫ് ഇമോഷൻസ് എഫക്റ്റ് സെൽഫ് എക്സ്റ്റീം എന്നാണ് ആ കഥയിൽ പറയുന്നത്. അതായത് നിത 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ക്ലാസ്മേറ്റ്സ് അവളെ തടിച്ചി എന്നുള്ള ഫാറ്റ് എന്നുള്ള ടീസ് ചെയ്തു. അങ്ങനെ അവൾക്കത് ഭയങ്കര സങ്കടമായി. സെൽഫ് എക്സ്റ്റീം കുറഞ്ഞു, പഠനത്തിൽ അത് ബാധിച്ചു, ആക്ടിവിറ്റീസിനെല്ലാം അത് ബാധിച്ചു. ഇവിടെ പ്രോബ്ലം ടീസിങ് മാത്രമാണോ? അസർട്ടീവ്നെസ് ഇല്ലായ്മയാണ്. അസർട്ടീവ് ആയിരുന്നെങ്കിൽ ഫേമായി പറയാമായിരുന്നു, അല്ലെങ്കിൽ സ്വന്തം ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റിയലൈസേഷൻ ഉണ്ടാകുമായിരുന്നു. അപ്പം ഇവിടെ അസർട്ടീവ്നെസ് ഇല്ലായ്മയാണ്, അല്ലാതെ അവൾക്ക് എന്താണ് ടീസിങ് മാത്രമല്ല, അസർട്ടീവ്നെസ്സിൻ്റെ ഇല്ലായ്മയാണ് അവളെ ബാധിച്ചത്. എന്താണ് അപ്പോൾ അസർട്ടീവ്നെസ് പറഞ്ഞാൽ? സ്റ്റാൻഡിങ് അപ്പ് ഫോർ യുവർ സെൽഫ് റെസ്പെക്റ്റീവ്ലി. അസർട്ടീവ്നെസ് മീൻസ് എക്സ്പ്രസിങ് യുവർ തോട്ട്, ഫീലിങ്സ് ആൻഡ് റൈറ്റ് വിതൗട്ട് വയലേറ്റിംഗ് അതേഴ്സ് റൈറ്റ്. മറ്റുള്ളവരുടെ ശരിയെ ഹേർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശരിയെ വയലേറ്റ് ചെയ്യാതെ നമ്മുടെ റൈറ്റും നമ്മുടെ ചിന്തയും നമ്മുടെ ഫീലിങ്ങും എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, പക്ഷെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ. ഇതിനെയാണ് നമ്മൾ അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ എന്താണ്, അഗ്രസീവ് അല്ല, പാസീവ് അല്ല, ബാലൻസ്ഡ് കമ്മ്യൂണിക്കേഷനാണ് അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിസഗ്രി വിത്തൗട്ട് ഇമോഷണൽ സെബോക്ടേജ്, ഷൗട്ട് ചെയ്യാതെ, ഇൻസൾട്ട് ചെയ്യാതെ, മാനിപ്പുലേറ്റ് ചെയ്യാതെ, കാമായി ക്ലിയറായി ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക. ഹാവ് ദ കേക്ക് ആൻഡ് ഈറ്റ് ടു എന്നാണ്. ഗെറ്റ് വാട്ട് യു വാണ്ട് വിത്തൗട്ട് ഹർട്ടിങ് അതേഴ്സ്, എൻ്റെ ആവശ്യം നിറവേറ്റാം, മറ്റുള്ളവരുടെ ഡിഗ്നിറ്റി നിലനിർത്താം. രണ്ടും ഒരുമിച്ച് പോസിബിൾ, അതാണ് അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞത്. അപ്പോൾ 5 C's ഓഫ് അസർട്ടീവ്നെസ് പറയുന്നത് എന്താണ്? 5 C's. ഒന്ന് ക്ലിയർ, പറയാനുള്ളത് വ്യക്തമായിട്ട്, കോൺഷ്യസ്, ചുറ്റി പറയാതെ നേരിട്ട് പറയാം, കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടെ, കവറേജ്, ഒട്ടും ഭയമില്ലാതെ, കൺട്രോൾഡ്, കാമായിട്ട്. ഈ 5 C's ആണ് അസർട്ടീവ്നെസ്സിൻ്റെ വലിയൊരു സംഭവം. നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഹർട്ടാകുന്നു, പ്ലീസ് റെസ്പെക്റ്റ് മൈ ഫീലിങ്സ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവണം. ഇതിനെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ലൈവ് എന്നാണ്. റെസ്പെക്ട് സെൽഫ് ആൻഡ് അതേഴ്സ് എന്നാണ്. അസർട്ടീവുള്ള ആളുകൾ സ്വന്തം റൈറ്റ് ഡിഫെൻഡ് ചെയ്യും, മറ്റുള്ളവരുടെ റൈറ്റും കൂടി റെസ്പെക്റ്റ് ചെയ്യും. അല്ലാതെ അവരുടെ റൈറ്റിനെ ഇല്ലാണ്ടാക്കിയാണ്ട് നമ്മുടെ റൈറ്റ് ശരിയെന്ന് പറയുന്നതല്ല അസർട്ടീവ്നെസ്. അപ്പോൾ അസർട്ടീവ് പീപ്പിൾ ക്യാരക്ടറിസ്റ്റിക്സ്: എക്സ്പ്രസ് വിത്തൗട്ട് ആൻസൈറ്റി ഓർ ബൂസ്റ്റിംഗ് എന്നാണ്. പേടിയില്ലാതെ, നെർവസ് അല്ലാതെ, ഷോ ഓഫ് ഇല്ലാതെ, ഇമോഷൻ കൺട്രോളുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അസർട്ടീവ് പീപ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അവർക്ക് ഒട്ടും പേടി ഉണ്ടാവില്ല, അവരൊരിക്കലും നെർവസ് ആയിരിക്കില്ല, വലിയ ഷോ ഓഫ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. ഇമോഷൻ കൺട്രോളുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവർ നടത്തുക. ഇതാണ് അസർട്ടീവ് പീപ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അസർട്ടീവ്നെസ് വേഴ്സസ് പാസീവ് വേഴ്സസ് അഗ്രസീവ് എന്താണ്? പാസീവ് ബിഹേവിയർ ഉള്ളവർ അവർ ഭയങ്കര ഷൈ ആയിരിക്കും, കണക്കുണിങ്ങളായിരിക്കും, സബ്മിസീവ് ആയിരിക്കും, എനിക്ക് പ്രശ്നമില്ല എന്ന് പുറത്ത് പറയെങ്കിലും ഉള്ളിൽ അവർ ഭയങ്കര വേദനിക്കുന്നവരായിരിക്കും. ഇൻസൾട്ട് സഹിച്ച് മിണ്ടാതിരിക്കുന്നവരെയാണ് നമ്മൾ പാസീവ് ബിഹേവിയർ ഉള്ളവരെന്ന് പറയാം. അഗ്രസീവ് ബിഹേവിയർ ഉള്ളവർ അവർ ഷൗട്ട് ചെയ്യുന്നവരായിരിക്കും, മറ്റുള്ളവർക്കൊരു ഭീഷണിയായിരിക്കും, മറ്റുള്ളവരുടെ ഫീലിങ്സ് ഇഗ്നോർ ചെയ്യുന്നവരായിരിക്കും, നിനക്ക് പറയാൻ അവകാശമില്ലെന്നുള്ള അങ്ങനെയുള്ളൊരു തോട്ടുള്ളവരെയാണ് അഗ്രസീവ് ബിഹേവിയർ ഉള്ളവരെന്ന് പറയുന്നത്. അസർട്ടീവ് ബിഹേവിയറാണ് ബെസ്റ്റ് ബിഹേവിയർ. അതായത് അവർക്ക് ബാലൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എൻ്റെ നീഡ് പ്രധാനമാണ്, നിൻ്റെ ഫീലിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു മിഡിൽ പാത്താണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അസർട്ടീവ്നെസ്സിൻ്റെ ബെനിഫിറ്റ്സ് ആണ്: ബിൽഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. സെൽഫ് റിഗേർഡ് വർദ്ധിപ്പിക്കും, റിലേഷൻഷിപ്പ് ഹെൽത്തി ആകും, സ്ട്രെസ്സ് കുറയും, മെൻ്റലും ഫിസിക്കൽ ഹെൽത്തും ഇമ്പ്രൂവ് ആവും. ഇനി അസർട്ടീവ്നെസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസാണ്: ഒന്ന്, അവെയർനെസ് ഓഫ് ഓൺ ഇമോഷൻസ്, സ്വന്തം ഇമോഷൻസിനെ കുറിച്ചിട്ടുള്ളൊരു ബോധമുണ്ടാവും. നോ വാട്ട് യു ഫീൽ ആൻഡ് വാട്ട് യു വാണ്ട്, അവർക്കറിയാം അവർക്ക് എന്താണ് വേണ്ടതെന്നും എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നതെന്നും. എനിക്കെന്താണ് ഫീൽ ചെയ്യുന്നത്, എനിക്കെന്താണ് വേണ്ടതെന്നുള്ള സ്വയം ബോധം അവർക്കും ഉണ്ടാവും. ഫീൽ അറിയില്ലെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റൂല. അപ്പോൾ ആദ്യം വേണ്ടത് അവെയർനെസ് ഓഫ് ഓൺ ഇമോഷൻസ് ആണ്. രണ്ടാമത്തത് അവെയർനെസ് ഓഫ് അതേഴ്സ് ഇമോഷൻസ്, റെസ്പെക്റ്റ് അതേഴ്സ് ഫീലിംഗ്. ഹ്യൂമിലേറ്റിംഗ് ഉണ്ടാവരുത്, ഇഗ്നോറിങ് ആവരുത്, ഒരു ബാലൻസ് ആയിരിക്കണം. മറ്റുള്ളവരും നമ്മളും തമ്മിലുള്ള ബാലൻസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അപ്പോൾ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കുറിച്ച് നമ്മളൊരു ബോധവാന്മാരായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? പ്രാക്ടീസ് ദ 5 C's. 5 C's നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്ലിയർ, കോൺഫിഡൻറ്റ്, കാം, അങ്ങനെ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ട്യൂൺ ശ്രദ്ധിക്കുക, ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക, ഇമോഷൻ കൺട്രോൾ ചെയ്യുക. പ്രാക്ടീസ് അസർട്ടീവ് ഡയലോഗ്. അസർട്ടീവ്നെസ്സിന് പ്രാക്ടീസ് ആവശ്യമാണ്, ഓവർനൈറ്റ് സ്കില്ലല്ല. അത് പ്രാക്ടീസ് ചെയ്താൽ ഡെവലപ്പ് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ് അസർട്ടീവ്നെസ് പറഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ പ്രാക്ടീസ് സെൻറ്റൻസ്: ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിൻറ്റ് ബട്ട് ദിസ് ഡസൻറ്റ് വർക്ക് ഫോർ മീ എന്ന് പറയാൻ അറിയണം. ബി മൈൻഡ്ഫുൾ എന്നാണ്. ബി അവെയർ ഓഫ് ഇമോഷൻസ്, തോട്ട് ആൻഡ് ബിഹേവിയർ. നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച്, നമ്മുടെ ചിന്തകളെക്കുറിച്ച്, നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് നമ്മളൊരു ബോധവാന്മാരായിരിക്കണം. മൈൻഡ്ഫുൾ ആയാൽ എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അസർട്ടീവ്നെസ് ഈസ് സേയിങ് യെസ് ടു യുവർ സെൽഫ് വിത്തൗട്ട് സേയിങ് നോ ടു അതേഴ്സ്. അതിനെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് അസർട്ടീവ്നെസ് ആണ്. അപ്പോൾ അസർട്ടീവ്നെസ് എഴുതുമ്പോൾ ആദ്യം എന്താണ് ഇമോഷൻസ് എങ്ങനെയാണ് ഐക്യും ഈക്യും തമ്മിൽ ഉള്ള ഇമോഷൻസ് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതും കൂടി കൊടുത്തിട്ട് അസർട്ടീവ്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ ക്യാരക്ടേഴ്സും അതിൻ്റെ ബെനിഫിറ്റും അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ അസർട്ടീവ്നെസ് ഈ ഒരു യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് ട്യൂഷനോ കാര്യങ്ങളോ നോട്ട്സ് PDF അസൈൻമെൻറ്റുകൾ റിട്ടേൺ അസൈൻമെൻ്റ് ആവട്ടെ PDF അസൈൻമെൻറ്റുകളാവട്ടെ എല്ലാം നല്ല ഉത്തരവാദിത്തത്തോടു കൂടെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് തരുന്ന ആൻസർ വേറൊരാൾക്ക് കൊടുക്കാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പം ആർക്ക് നോട്ട്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠന സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് തന്നെ ആവശ്യമുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.